ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ മിഥുനൻ രാശി അല്ലെങ്കിൽ മിഥുന കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മിഥുനൻ രാശിക്കാർക്ക് ജന്മത്തിൽ സ്വന്തം, 4-ാം ഇടത്തിൽ കേതു, 7-ൽ ചൊവ്വ, ശുക്രൻ, സൂര്യൻ അഷ്ടമത്തിൽ സൂര്യനും ബുധനും, 9-ൽ ശനി, 10-ൽ രാഹു, 11-ൽ വ്യാഴം. ഇതാണ് ഗ്രഹസ്ഥിതി. ഗ്രഹസ്ഥിതി അനുസരിച്ച് ഗുണദോഷ മിശ്ര ഫലത്തിനാണ് കൂടുതലും സാധ്യത കാണുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ ചില സാമ്പത്തിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടിയാണ്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ചിലവുകൾ ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നല്ല പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന് തരണം ചെയ്യാൻ പറ്റുമെങ്കിലും സാമ്പത്തികപരമായ ചിലവ് ലേശം കൂടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളിലെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനും പേപ്പർ രേഖകളെല്ലാം ചിലപ്പോൾ വൈകി പോകാനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. സ്ത്രീകൾ മുഖേന ചില ദോഷങ്ങളോ വാക്ക് തർക്കങ്ങളോ ഒക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. വാഹനത്തിൽ പൊതുവെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയും കുടുംബത്തിലെ ഐശ്വര്യ അഭിവൃദ്ധിയും വന്ന് ചേരുവാനുള്ള സാധ്യതയും, മനസ്സ് സംതൃപ്തനായി മനസ്സിനെ സ്വയം സംരക്ഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞു പറഞ്ഞാൽ വലിയൊരു കുഴപ്പമില്ലാത്ത ഇതാണ് കാണുന്നത്. 11-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലപരമായിട്ടുള്ള ഭാവവും 9-ൽ നിൽക്കുന്ന ശനിയുടെ അനുകൂലപരമായിട്ടുള്ള സ്ഥിതിയും ഒന്ന് അനുഗ്രഹീതപരമായിട്ട് കാണുന്നുണ്ട്. അത് കാരണം തൊഴിലിൽ വലിയ പ്രശ്നമില്ല. ഗവൺമെൻറ് വർക്കുകൾ ചെയ്യുന്ന അവർക്ക് ലേശം പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ ജോലി എടുക്കുന്നവർക്കും നിയമനം കിട്ടാതെ ഇരിക്കുന്നവർക്കും കുറച്ചുകൂടി കാലതാമസം നേരിടേണ്ടി വരും എന്നുള്ളതും കാണുന്നുണ്ട്. ഗൃഹസംബന്ധമായിട്ട്, ഭവന സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ട് ഭൂമി വിൽക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്നവർക്ക് കുറച്ച് തടസ്സങ്ങൾ നേരിടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് കുറച്ച് വൈകിപ്പോകും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ രജിസ്ട്രേഷനും, അതായത് ഭൂമി രജിസ്ട്രേഷൻ എല്ലാം അല്ലെങ്കിൽ എഗ്രിമെൻ്റ് എല്ലാം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ധനം പാഴായി പോകാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി അതിൽ ചെലുത്തണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കും ജോലിക്ക് താല്പര്യം കാണിക്കുന്നവർക്കും കുറച്ചുകൂടി സമയം എടുത്ത് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. വിദേശ ജോലിക്ക് വേണ്ടി ധനം മുടക്കുന്നവർ പ്രത്യേകം പരിശ്രമിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിച്ചും ഏജൻറ്റുകൾ വഴി കൊടുക്കുകയാണെങ്കിൽ അത് ആലോചിച്ചും വേണം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. തൊഴിൽ മേഖല പുരോഗമനമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഗവൺമെൻറ് വർക്കുകൾ ചെയ്യുന്നവർ കുറേ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോണുകളും മറ്റുള്ള അടവുകളും അതേമാതിരി ധനസംബന്ധമായിട്ടുള്ള ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള മേഖല വർക്കുകൾ ചെയ്യുന്നവർക്ക്, അതായത് ധനം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ചെയ്യുന്നവർക്ക് കുറച്ചൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് നീക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകളിൽ ശ്രദ്ധ പതിപ്പിക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. സന്താനങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു തിടുക്കം കൂട്ടലെല്ലാം കാണിക്കുന്നുണ്ട്. അത് വളരെ ഉചിതമായിട്ടാണ് കാണിക്കുന്നത്. പ്രണയിക്കുന്നവർക്കെല്ലാം നല്ല സമയമാണ്, അത് കുഴപ്പമില്ല. ഗവൺമെൻറ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഗവൺമെൻറ് ജോലിക്കായി ശ്രമിക്കുന്നവർക്കും അത് കുറച്ച് കാലതാമസം നേരിടുവാനുള്ള സാധ്യതയുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം കുറച്ചുകൂടി സൂക്ഷ്മത കൈവരിക്കണം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നവർക്കും അതുപോലെ എൻജിനീയർ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും സിവിൽ സർവീസ് ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വർക്ക് ചെയ്യുന്നവർക്കും അത്ര ഗുണകരമല്ല എന്ന് തന്നെ പറയാം. കുറേ പാഴ്ചകളൊക്കെ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും കുറച്ച് ശ്രദ്ധ ആവശ്യമായിട്ട് കേന്ദ്രീകരിക്കുന്നുണ്ട്. ശിവനിങ്കൽ ഈ മാസം സൂര്യനായ കാരണം ശിവനാണ്. ശിവനിങ്കൽ ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം, പിൻവിളക്ക്, അതായത് ശിവലിംഗത്തിൽ പിന്നിൽ കത്തുന്ന വിളക്ക്, എണ്ണവിളക്ക് സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ ദോഷങ്ങൾ കുറഞ്ഞു വരികയും സാധാരണഗതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടി വരികയും ധനാഗമങ്ങൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കുകയും ബിസിനസ് വർധനവ് ഉണ്ടാവുകയും തൊഴിൽ പുരോഗതി വരികയും എല്ലാം ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. 4-ാം ഇടത്തിൽ കേതു നിൽക്കുന്ന കാരണം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നതും വളരെ പുണ്യമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക്
പൊതുവെ തിരുവാതിര നക്ഷത്രക്കാരൻ്റെ കാര്യം പറയുമ്പോൾ ഈ തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. നാഗത്തിങ്കിൽ 100 പാലും ആ തിരുവാതിര നക്ഷത്രം വരുന്ന സമയത്ത് സമർപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സിനിമാ മേഖലയിൽപ്പെട്ടിട്ട് കുറച്ച് മങ്ങി നിൽക്കുന്ന തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജയറാം, അതുപോലെ തന്നെ ജഗദീഷ്, ഇവരൊക്കെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. അവർക്കെല്ലാം അനുകൂലപരമായിട്ടുള്ള സമയമാണ് എന്നുള്ളത് എടുത്തു കാണിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ നഷ്ടപ്പെട്ടുള്ള കുറേ കലാകായികന്മാരുണ്ട്, അവരെല്ലാം തിളങ്ങി വരുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ 7ാം ഭാവത്തിൽ, 7ാം ഭാവം എന്ന് വെച്ച് പറഞ്ഞാൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് തടസ്സം സൃഷ്ടിക്കുവാനുള്ള, തടസ്സം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. കാരണം എൻഗേജ്മെൻ്റ് എല്ലാം വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നീണ്ടു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഐക്യത്തിൽ പോകുന്ന ലെവലായിട്ട് കാണുന്നുണ്ട്. അനാരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഫക്കെട്ട് സംബന്ധമായിട്ടുള്ള കഫക്കെട്ട്, അതുപോലെ തന്നെ ജലദോഷം, പനി എന്നിവയ്ക്കെല്ലാം സാധ്യത കുറച്ച് ഈ മാസത്തിൽ കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട, ശാരീരികമായി സൂക്ഷിക്കേണ്ട ഒരാവശ്യം കാണുന്നുണ്ട്. അതിനാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ നടത്താൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നാവികസേന, അതുപോലത്തെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ മെക്കാനിക്കൽ സർവീസ്, വാഹന സംബന്ധമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് പറയുന്നത്. ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ജോലിയിൽ സൂക്ഷ്മത പരിശോധിക്കുക, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ചാരവസാൽ ശനിയും വ്യാഴവും അനുകൂലത്തിലാണ്. അതുപോലെ ചൊവ്വ അനുകൂലത്തിലല്ല, സൂര്യനും അനുകൂലത്തിലല്ല, അതുപോലെ ശുക്രൻ അനുകൂലത്തിലല്ല. ഇതൊക്കെയാണ് പറയുന്നത്. ശുക്രൻ വാഹനകാരകനാണ്, സ്ത്രീകാരകനാണ്. അതുപോലെ തന്നെ ചൊവ്വ ഭൂമികാരകനാണ്. അതാണ് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളും മറ്റുള്ളതൊക്കെ കുറച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത്. ഗൃഹസംബന്ധമായിട്ട്, അത് ഗൃഹസംബന്ധമായിട്ട് ഭവന നിർമ്മാണത്തോടനുബന്ധിച്ച് ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക. അതുപോലെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ കുറേ ഗുണങ്ങൾ വന്നു ചേരുവാനുണ്ട്. മിഥുനൻ രാശിയിൽപ്പെട്ടിരിക്കുന്ന മകീര നക്ഷത്രക്കാർക്ക് ഭഗവതി സേവ ചൊവ്വാഴ്ച ദിവസം ചെയ്യുക. പുണർത നക്ഷത്രക്കാർക്കാണെങ്കിൽ ശ്രീരാമ ക്ഷേത്രത്തിൽ അവിൽ നിവേദ്യം, അതുപോലെ വെടിവഴിപാട്, അതുപോലെ ഭാഗ്യസൂക്തം എന്നിവ നടത്തുന്നത് മൂലം കുറേ ദോഷങ്ങൾ കുറഞ്ഞ്, ഈ മാസത്തെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. നമസ്കാരം.